പ്രിയമുള്ളവരെ, അമേരിക്കയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് അലക്സാണ്ടർ ഡങ്കൻ, നമ്മുടെ മൈ ഫ്രണ്ട് നരേന്ദ്രമോദിയുടെ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി, അതിന്റെ നേതാവാണ് ഈ അലക്സാണ്ടർ ഡങ്കൻ. അയാളുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വരുന്നുണ്ട്. അമേരിക്കയിലെ ഷുഗർലാൻഡിൽ അവിടെ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൽ ഒരു ഹനുമാന്റെ പ്രതിമ, 90 അടിയുള്ള ഒരു പ്രതിമ സ്ഥാപിക്കുകയാണ്. ആ പ്രതിമ സ്ഥാപിക്കുവാൻ അനുവാദം കൊടുത്തത് അമേരിക്കയുടെ ക്രൈസ്തവ പാരമ്പര്യത്തിന് എതിരാണെന്നാണ് ഈ മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് അലക്സാണ്ടർ ഡങ്കൻ പറയുന്നത്. അമേരിക്കയുടെ ക്രൈസ്തവ പാരമ്പര്യത്തിന് എതിരാണ് ഹനുമാന്റെ ഒരു പ്രതിമ നിർമ്മിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ചുകൂടി കഠിനമാണ്. ഹനുമാനെ പോലെ ഉള്ള, അതായത് യാഥാർത്ഥ്യമല്ലാത്ത സങ്കല്പത്തിലുള്ള ഒരു ദൈവത്തിന്റെ പ്രതിമ നിർമ്മിക്കുന്നത് ഒട്ടും അനുചിതമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം ചില ബൈബിൾ വാക്കുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, മിക്ക ഇസ്ലാമിക ക്രൈസ്തവ രാജ്യങ്ങളിലും അമ്പലങ്ങളൊക്കെ അനുവദിക്കാറുണ്ട്. കാരണം മിക്കപ്പോഴും അവരുടെ വിശ്വാസപ്രകാരം വിഗ്രഹങ്ങളൊന്നും അനുവദനീയമല്ലെങ്കിലും ലോകത്തെ എല്ലാ ഇസ്ലാമിക ക്രൈസ്തവ രാജ്യങ്ങളിലും അമ്പലങ്ങളൊക്കെ അനുവദിക്കാറുണ്ട്. കാരണം ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചുമൊക്കെ നിലനിന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധ, ക്രൈസ്തവ, ഹൈന്ദവ, ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങൾ അനുവദനീയമാണ്. ബുദ്ധരാജ്യങ്ങളിലായാലും ക്രൈസ്തവ രാജ്യങ്ങളിലായാലും നേപ്പാളിലായാലും ഇന്ത്യയിലായാലും ഒക്കെ, ഹൈന്ദവ പ്രാമുഖ്യമുള്ള രാജ്യങ്ങളിലായാലും ഒക്കെ എല്ലാ മതങ്ങളുടെയും ഒക്കെ ആരാധനാലയങ്ങൾ ഉണ്ട്. അവർ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെയാണ് പോകുന്നത്. പക്ഷേ ഇസ്രായേലിലെ കാര്യം എനിക്ക് ഡൗട്ടാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇസ്രായേലിൽ അങ്ങനെ ഉള്ള ആരാധനാലയങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല. ഇസ്ലാമിക, ക്രൈസ്തവ, യഹൂദ ആരാധനാലയങ്ങളുണ്ട്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം എനിക്ക് അറിയില്ല ഇസ്രായേൽ അങ്ങനെ ഉണ്ടോ എന്നും. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. എന്തായാലും ഇന്ത്യയിലെ സംഘപരിവാര പ്രവർത്തകർ ഇപ്പോൾ അലക്സാണ്ടർ ഡങ്കന്റെ സോഷ്യൽ മീഡിയ പേജിൽ പോയി വലിയ പൊങ്കാലയിടുകയാണ്, അദ്ദേഹത്തെ തെറി വിളിക്കുകയാണ് എന്നത് ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും അമേരിക്ക ഇപ്പോൾ ക്രൈസ്തവതയിലേക്ക് തിരിച്ചു വരുന്നൊരു സമയമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസരാഹിത്യം, നേരത്തെ അമേരിക്കക്കാർക്ക് ദൈവവിശ്വാസമൊന്നുമില്ലായിരുന്നു, പള്ളിയിൽ പോകത്തില്ലായിരുന്നു, വല്ലാത്ത അരാജകത്വമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മയക്കുമരുന്നിൻ്റെയും അതുപോലെ ഡ്രഗ്സിൻ്റെയും ഒക്കെ ലോകത്തായിരുന്നു അവർ. പക്ഷേ ക്രൈസ്തവത വളരെ വേഗത്തിൽ തന്നെ അമേരിക്കയിൽ തിരിച്ചു വരുന്നു. അത് ആശ്വാസജനമാണ്. കാരണം മതങ്ങൾ എപ്പോഴും മനുഷ്യനെ സംസ്കാരത്തിലേക്ക് നയിക്കുന്നു, അവരെ സംസ്കാര സമ്പന്നനാക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതു മതമായാലും അത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അമേരിക്കയിൽ ക്രൈസ്തവത തിരികെ വരുന്നു എന്നത് വളരെ നല്ല കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തുന്നു. നേരത്തെ നമുക്കറിയാം, വല്ലാതെ മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള അരാജകത്വത്തിൻ്റെ പിടിയിലായിരുന്നു അമേരിക്ക. പ്രത്യേകിച്ചും അവിഹിത ഗർഭങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ അമേരിക്ക അവരുടെ പാരമ്പര്യ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു തീവ്ര വലതുപക്ഷവും അവിടെ വളർന്നു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലും ഒരു വലതുപക്ഷ വളർച്ചയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഫാസിസത്തിൻ്റെ ഒരു കടന്നുകയറ്റമുണ്ട്. അത് ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ അത് അമേരിക്കയിൽ ഇത്തരം പ്രവൃത്തികളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു എന്ന ഒരു വാദഗതിയുമുണ്ട്. പ്രത്യേകിച്ച് മാത്യു സാമുവലിനെ പോലെയുള്ള യൂട്യൂബേഴ്സൊക്കെ അത് പറയുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ മതസ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, പാദ്രികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതൊക്കെ അമേരിക്കയിൽ തിരിച്ചു കിട്ടുന്നു എന്ന ചില വിശകലനങ്ങളും ഇതോടനുബന്ധിച്ച് വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം. കാരണം ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും വല്ലാത്ത രീതിയിലുള്ളൊരു അസഹിഷ്ണുത ഉടലെടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം മറ്റുള്ള രാജ്യങ്ങളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ ജോലിക്ക് പോകുന്ന ഏഷ്യൻ രാജ്യങ്ങളിലെ ജനങ്ങളുണ്ട്. അവിടെ ചെല്ലുന്ന ആളുകൾ അവരുടെ സംസ്കാരം ഒക്കെ പൊതുമധ്യത്തിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതും വല്ലാത്ത അസ്വാരസ്യം ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും വളരെ പ്രൈവസിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ആളുകൾ. അവർക്ക് അധികം സൗണ്ടും ശബ്ദവും ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ചില ഏഷ്യൻ രാജ്യങ്ങളിലെ ആളുകൾ പോയിട്ട് അവിടെ പൊതുമധ്യത്തിൽ ഒക്കെ ബാങ്ക് വിളിക്കുന്നു. ഒപ്പം തന്നെ ഈ ഓണം, ദസറ, ദീപാവലി ഇതൊക്കെ ആഘോഷപൂർവ്വമായിട്ട് അവിടെ കൊണ്ടാടുന്നു, ഘോഷയാത്ര നടത്തുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് അവിടുത്തെ ആളുകളെ പ്രകോപിപ്പിക്കുന്നു. അവർ പറയുന്നു, ഇത് നിൻ്റെ ഇന്ത്യയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പാകിസ്ഥാനല്ല എന്നൊക്കെ പറയുന്നു.
അതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചെല്ലുന്ന രാജ്യങ്ങളിലെ ജനങ്ങളുടെ സംസ്കാരത്തെയും അവരുടെ കൾച്ചറിനെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും അത്തരം രാജ്യങ്ങളൊക്കെ എല്ലാ ജനങ്ങൾക്കും ഒരു കെയർ കൊടുക്കുന്ന, അവരുടെ എല്ലാവരുടെയും സംസ്കാരത്തെയൊക്കെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ ജനങ്ങളുടെ പ്രൈവസിയും അവരുടെ വിശ്വാസത്തെയും ഒക്കെ നമ്മൾ പരിഗണിക്കുക, സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഖത്തറിലുള്ള ചില മലയാളികൾ തന്നെ ഇസ്രായേലിനെ പ്രകീർത്തിച്ചുകൊണ്ട് അറബ് ജനതയുടെ സംസ്കാരത്തെ ഒക്കെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടൊക്കെ കമൻ്റ് ഇട്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനമാണ് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നതിന് മുമ്പ് കേരളം പട്ടിണിയിലായിരുന്നു എന്ന് പറയാം. എൻ്റെ പൂർവികർ, എൻ്റെ ഉമ്മായൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ, നമ്മുടെ നാട്ടിലെ ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ, ഈ കൂണുണ്ടല്ലോ, വിഷക്കൂൺ കഴിച്ച ആളുകൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം രണ്ട് രീതിയിലുള്ള കൂണുകളുണ്ട്, ഭക്ഷ്യയോഗ്യമായ കൂണുകളും വിഷക്കൂണുകളും. ഇത് തിരിച്ചറിയാൻ കഴിയാതെ ഈ ഭക്ഷ്യയോഗ്യമായ കൂണാണെന്ന് കരുതി വിഷക്കൂണുകൾ കഴിച്ച് പട്ടിണി കൊണ്ട് എടുത്ത് കറി വെച്ച് കഴിച്ച് മരിച്ചുപോയ ആളുകളുണ്ട്. അത്രത്തോളം പട്ടിണിയിലും പരിവട്ടത്തിലുമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥ. അതിനൊക്കെ മാറ്റമുണ്ടായത് നമ്മുടെ കുട്ടികളൊക്കെ ഇത്രയും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിന്, നമ്മുടെ പിതാക്കന്മാരും മാതാക്കന്മാരും ഒക്കെ നല്ല ഹോസ്പിറ്റലിൽ പോകുന്നതിന്, നമ്മൾ നല്ല മാളികകൾ കെട്ടിപ്പടുക്കുന്നതിനൊക്കെ കാരണം ഗൾഫ് രാജ്യങ്ങളാണ്. പക്ഷേ അവരുടെ സംസ്കാരത്തെയൊക്കെ ഹനിക്കുന്ന രീതിയിലുള്ള ചില കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതുമൊക്കെയും ഒബ്സർവേഷനാണ് എന്നറിയുക. അതൊക്കെയും ആ രാജ്യത്തെ ആളുകൾ കാണുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എല്ലാ രാജ്യത്തെ സംവിധാനങ്ങളും ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അവരുടെ സംസ്കാരത്തിനുമൊക്കെ എതിരെ ഇടുന്ന കമൻറ്റുകൾ നമുക്കൊരു പക്ഷേ വിസ നിഷേധിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നത് വാസ്തവമാണ്. മതം അത് നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുവാനുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് പരലോകത്ത് മോക്ഷം കിട്ടാനുള്ളതാണ്. അത് ഒരിക്കലും നമ്മളിങ്ങനെ തെരുവിൽ കൊട്ടിഘോഷിച്ച് നടക്കേണ്ടതല്ല. അത് ഏത് മതമായാലും തെരുവിലിങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കേണ്ടതല്ല മതം. അത് നമ്മുടെ ആത്മാവിന് സംതൃപ്തി നൽകുന്ന കാര്യമാണ്. ദൈവവുമായിട്ട് 10-20 മിനിറ്റ് നമ്മൾ സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരാശ്വാസം, അതൊക്കെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് മതം കൊണ്ടുള്ള. അത് നമ്മുടെ തെരുവിൽ പ്രകടിപ്പിക്കേണ്ടതല്ല, സോഷ്യൽ മീഡിയയിൽ വിദ്വേഷം വളർത്തേണ്ടതല്ല എന്നത് യാഥാർത്ഥ്യമായി തന്നെ ഉൾക്കൊള്ളുക. പ്രത്യേകിച്ചും ഇത്തരം വിദ്വേഷങ്ങളൊക്കെ നമ്മുടെ ആ ജനതയ്ക്ക് നമുക്ക് തന്നെ എതിരായി തീരുന്ന ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം കമൻറ്റുകൾ ഇടുന്നതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.